റീസെന്റ് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഇന്ന് സെർച്ച് ചെയ്തപ്പോൾ കേട്ടതാണ് കുറെ ലാർജ് മീഡിയം സ്മോൾ ക്യാപ്പ് അങ്ങനെ കുറെ കാര്യങ്ങളെ പറ്റി അറിയാം. അപ്പോൾ തോന്നിയൊരു ഡൗട്ടാണ്, നമുക്ക് ആക്ച്വലി ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് മ്യൂച്വൽ ഫണ്ടിലുള്ളത്, അല്ലെങ്കിൽ അത് ഏതൊക്കെയാണ് ഏറ്റവും നല്ലത്? നോർമലി 5 സ്കീമാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ലാർജ് ക്യാപ്പ്. ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ടോപ്പ് 100 കമ്പനികൾ എന്ന് പറയും. അടുത്ത മിഡ് ക്യാപ്പ് 101 to 250. പിന്നുള്ളത് സ്മോൾ ക്യാപ്പ് 250 മേളിൽ. പിന്നുള്ളതാണ് ഫ്ലെക്സി ക്യാപ്പ്. അത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയും. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന ഒരു ഇതില്ല, മെത്തേഡ് ഇല്ല. അവർക്ക് ഈ പറയുന്ന ഏത് കമ്പനികളിലും വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ അലൗഡാണ്. അതല്ലേ ഏറ്റവും നല്ലത്. അത് ചിലപ്പോൾ അവർ ചില ആളുകൾ കൊണ്ട് സ്മോൾ ക്യാപ്പിലിടും, അത് പാടില്ല. പിന്നുള്ള അടുത്താണ് മൾട്ടി ക്യാപ്പ്. മൾട്ടി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ലാർജ് മിഡ് സ്മോൾ 25 സെഗ്രിഗേറ്റ് ബാക്കിയുള്ള എവിടെ വേണം ഇടാം. ഇത് നമ്മുടെ സംഭവം ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ഫുഡ് മെനു പോലെ നിങ്ങൾക്ക് ബിരിയാണി വേണോ കിട്ടും, താലി മീൽസ് വേണോ അത് കിട്ടും. ഇങ്ങനെ ഓരോ കാറ്റഗറി നിങ്ങളുടെ ആവശ്യം എന്താണെന്നനുസരിച്ചുള്ള ഇടാം. ഇതാണ് ബേസിക്കായിട്ട് 5 പ്രോഡക്റ്റ്: ലാർജ്, മിഡ്, സ്മോൾ, ഫ്ലെക്സി, മൾട്ടി.